ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ ലീഡ്സിൽ വെച്ച് നടക്കും. മത്സരത്തിന്റെ പ്ലേയിങ് 11 ഇംഗ്ലണ്ട് ഓൾറെഡി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്താകുമെന്നത് കണ്ടു തന്നെ അറിയേണ്ട ഒന്നാണ്. ഇന്ത്യയുടെ പുതിയ നമ്പർ 3 ആരാകുമെന്നും ഠാക്കൂർ, നിതീഷ് കുമാർ, കുൽദീപ് എന്നിവരിൽ ആർക്കൊക്കെ അവസരം കിട്ടുമെന്നതും നോക്കിക്കാണേണ്ട ഒന്നാണ്. ടോസ് കിട്ടിയാൽ ബൗളിംഗ് എന്ന തീരുമാനത്തിനാണ് ചാൻസ് കൂടുതലുള്ളത്. കാരണം ലീഡ്സിൽ അവസാന 2 ഇന്നിംഗ്സിൽ ബാറ്റിംഗ് കുറച്ച് എളുപ്പമായി മാറാറുണ്ട്. ആദ്യ 2 ഇന്നിംഗ്സിലെ ആവറേജ് 27ഉം അവസാന 2 ഇന്നിംഗ്സിലെ ആവറേജ് 33ഉമാണ്. അവസാനമായി ഇവിടെ നടന്ന 6 ടെസ്റ്റും ബൗളിംഗ് ആദ്യമെടുത്ത ടീമാണ് വിജയിച്ചതും. ഒപ്പം 5 ദിവസങ്ങളിൽ ഇടവിട്ട് മഴയ്ക്കുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് രഞ്ജി ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഒക്ടോബർ 15 മുതൽ ടൂർണമെന്റ് തുടങ്ങാൻ പോകുമ്പോൾ കരുൺ നായർ, ജിതേഷ് ശർമ്മ തുടങ്ങി 2 പേരും വിദർഭ ടീം വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ബോളിൽ വിദർഭയുടെ ക്യാപ്റ്റനാണ് ജിതേഷ് ശർമ്മ. കരുൺ രഞ്ജിയിലും വിജയ് ഹസാരയിലും 800-നടുത്ത് കഴിഞ്ഞ സീസണിൽ സ്കോർ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട 2 താരങ്ങൾ പോകുന്നതോടെ വിദർഭയ്ക്ക് പുതിയ സീസണിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ജിതേഷ് ബറോഡയിലേക്കും കരുൺ നായർ കർണാടകയിലേക്കുമായിരിക്കും പോകാൻ പോകുന്നത്. കരുൺ ഫാമിലി റീസൺസ് മൂലമാണ് മൂവ് ചെയ്യുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. പഞ്ചാബും RCBയും തമ്മിൽ നടന്ന ഈ വർഷത്തെ IPL ഫൈനൽ റെക്കോർഡ് വ്യൂവർഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. T20 ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടിവിയിലൂടെയും മൊബൈലിലൂടെയും കണ്ട മത്സരം ഈ വർഷത്തെ IPL ഫൈനലായി മാറി. 23.1 ബില്യൺ വ്യൂസ് ആണ് ഈ വർഷത്തെ IPL ഫൈനലിന് കിട്ടിയത്. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ നമ്പറുകൾ ജിയോ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി ഓരോ സീസണിലും 29% വ്യൂവർഷിപ്പ് വർധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.